ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും മനോഹരമായ ഒരു പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ വിലപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹോപ്പ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആത്മീയ സമ്പന്നത, ദൈവത്തിലെ ആത്മീയ സമ്പന്നത. ദൈവം നമ്മെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് നാം ദൈവ വിഷയത്തിൽ, ദൈവിക കാര്യങ്ങളിൽ, ദൈവിക പദ്ധതിയിൽ, ദൈവാലോചനയിൽ സമ്പന്നരാകുക എന്നതിനെ ആസ്പദീകരിച്ചാണ്. അതുമായി ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം. പിന്നെ അവൾ ശിംശോനെ, പെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിയും കളയും എന്ന് വിചാരിച്ചു. നാം ശിംശോനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വളരെ ശക്തനായ മനുഷ്യൻ, ബൈബിളിൽ എക്കാലത്തെയും ഏറ്റവും സൂപ്പർമാൻ എന്ന പരിവേഷത്തോടെ നിൽക്കുന്ന ഒരു ശക്തനായ കഥാപാത്രമാണ് ശിംശോൻ എന്ന് പറയുന്നത്. ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന ഒരു കാലം ഏതാണ്ട് 250 വർഷക്കാലമായിരുന്നു. പല ന്യായാധിപന്മാർ ഇങ്ങനെ മാറി 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 ഭരിച്ച് ഏതാണ്ട് 250 വർഷക്കാലം ന്യായാധിപന്മാരുടെ കാലഘട്ടം ആയിരുന്നു. എന്നാൽ നാം ഇവിടെ കാണുന്നത് മറ്റു ന്യായാധിപന്മാരെ വിളിച്ചതുപോലെയോ മറ്റു ന്യായാധിപന്മാരെ ദൈവം തിരഞ്ഞെടുത്തതുപോലെ അല്ല ശിംശോനെ തിരഞ്ഞെടുക്കുന്നത്. കാരണം മറ്റു ന്യായാധിപന്മാരെ ദൈവം തിരഞ്ഞെടുക്കുന്നത് പുരുഷപ്രായത്തിലാണ്. അവർ ആ സമയത്ത് യോദ്ധാവായിരിക്കാം, അവർ നല്ല ആരോഗ്യമുള്ള വ്യക്തികളായിരിക്കാം. പക്ഷേ ശിംശോനെ സംബന്ധിച്ച് ദൈവം തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം അവനെക്കുറിച്ച് കണ്ടിരുന്നു. ശിംശോൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്, ശിംശോൻ ജനിക്കുമ്പോൾ ഇസ്രായേലിനെ 40 വർഷക്കാലമായി പെലിസ്ത്യർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇസ്രായേൽ പെലിസ്ത്യരുടെ കീഴിലാണ്. അവരെ പെലിസ്ത്യർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ദൈവം ശിംശോനെ വിളിക്കുന്നത്. നാം കാണുന്നുണ്ട്, ഗിദെയോനെ വിളിച്ചതുപോലെയല്ല ശിംശോനെ വിളിച്ചത്. ഗിദെയോൻ എന്ന് പറയുന്നത് താൻ മുന്തിരിച്ചക്കിനരികെ വെച്ച് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. മിദ്യാനാണെന്ന് ഇസ്രായേലിനെ ഭരിക്കുന്നത്. മിദ്യാൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു ന്യായാധിപനായിരുന്നു ഈ ഗിദെയോൻ എന്ന് പറയുന്നത്. പിന്നീട് നാം ഇത്താഗിനെ കുറിച്ച് കാണുന്നുണ്ട്. ഇത്താഗും ആ നിലയിൽ ഒരു ശക്തനായ ഒരു വ്യക്തിയായിരുന്നു. താൻ വേശ്യാപുത്രനായിരുന്നു എന്ന കാരണത്താൽ തൻ്റെ സഹോദരന്മാർ തന്നെ ദൂരത്തേക്ക് അകറ്റിക്കളയാനിടയായി തീർന്നു. അങ്ങനെ സഹോദരന്മാരെ വിട്ട്, വീട് വിട്ട്, നാട് വിട്ട് അന്യദേശത്ത് പാർക്കുന്ന ഒരു അവസ്ഥയിലായിപ്പോയി ഇബ്താഗ്. ആ സമയത്താണ് ദൈവം ഇബ്താഗിനെ വിളിച്ച് വേർതിരിക്കുന്നത്. ഇബ്താഗിനെ കുറിച്ച് നമുക്കറിയാം, വളരെ ശക്തനായി ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ഒരു ന്യായാധിപൻ ഇബ്താഗ്. അതുപോലെ ഗിദെയോനും. ഇവിടെ നാം ശിംശോനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ശിംശോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ശിംശോനെ ദൈവം അവൻ്റെ അമ്മയുടെ ഉദരത്തിലിരിക്കും മുമ്പേ വിളിച്ചു എന്നുള്ളതാണ്. പക്ഷേ ബൈബിളിൽ എക്കാലത്തെയും ശക്തനായി ദൈവത്തിന് വേണ്ടി വിളങ്ങാവുന്ന, ദൈവത്തിന് വേണ്ടി ശോഭിക്കുവാൻ സാധ്യതയുണ്ടായിരുന്ന, ദൈവത്താൽ അംഗീകരിക്കപ്പെടുവാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ശക്തനായ ന്യായാധിപനായി എക്കാലത്തും അറിയപ്പെടാമായിരുന്നു ശിംശോന്. നാം ഇസ്രായേലിൻ്റെ ശക്തന്മാരായ രാജാക്കന്മാരെ കുറിച്ച് കാണുന്നുണ്ട്. ഇസ്രായേൽ അനേക രാജാക്കന്മാർ മാറി മാറി ഭരിച്ചു. പക്ഷെങ്കിൽ അവരിലൊക്കെ ഏറ്റവും പേരുകേട്ട് എക്കാലത്തും ഇസ്രായേലിൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ദാവീദ് രാജാവാണ്. ആ ദാവീദ് രാജാവിനെ പോലെ തന്നെ ന്യായാധിപന്മാരുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായി നിലകൊള്ളുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു ശിംശോൻ. പക്ഷേ ശിംശോന് അതിന് സാധിച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്താണ് ശിംശോൻ്റെ പരാജയത്തെക്കുറിച്ച് ആണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ശിംശോൻ ജനിക്കുമ്പോൾ ശിംശോൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഈ മകനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഇവൻ ആയുഷ്കാലം മുഴുവൻ, അല്ലെങ്കിൽ ജീവപര്യന്തം മുഴുവൻ ദൈവത്തിന് നാസീർ ആയിരിക്കണം. നാസീർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. അവന് മറ്റു സൈഡ് കാര്യങ്ങളിലേക്ക്, ഭാഗ്യമായ കാര്യങ്ങളിലേക്ക് പോകാൻ അവന് അനുവാദമില്ല. അവന് ദൈവത്താൽ പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ദൈവത്തിൻ്റെ വേല, തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ദൈവിക മാർഗത്തിൽ നടക്കേണ്ടവനാണ് ശിംശോൻ. പക്ഷെങ്കിൽ നാം ആ നിലയിൽ ശിംശോനെ കാണുന്നില്ല. പ്രിയ ദൈവമക്കളെ, രാവിലെ സമയം ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്താക്കിയിരിക്കുന്ന ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ടാണ്.
നമ്മുടെ മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് പ്രതീക്ഷ കാണും, അല്ലെങ്കിൽ സഭയ്ക്ക് പ്രതീക്ഷ കാണും, നാട്ടുകാർക്ക് കാണും, വീട്ടുകാർക്ക് കാണും, നമ്മുടെ അധ്യാപകർക്ക് കാണും, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശം കാണും. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട്, ഉദ്ദേശമുണ്ട്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു എന്നതല്ല, നാം എങ്ങനെ ജീവിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം എന്തൊക്കെ ചെയ്തു എന്നുള്ളതല്ല, നാം എങ്ങനെ ചെയ്തു എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവിക ഉദ്ദേശം പൂർത്തീകരിക്കുവാൻ, ദൈവജനത്തെ സംരക്ഷിക്കുവാൻ, ദൈവജനത്തെ പെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോകാനാണ് ദൈവം ശിംശോനെ തിരഞ്ഞെടുത്തത്. പക്ഷേ ശിംശോൻ അത് ലംഘിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. എന്താണ് ശിംശോന്റെ പരാജയം? നാം ഒന്നാമതായിട്ട് കാണുന്നത്, ശിംശോൻ ദൈവിക മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. വളരെ രസകരമായ പശ്ചാത്തലമാണ് ശിംശോനെ കുറിച്ച് കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ആത്മാവ് ശിംശോനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി, ദൈവത്തിൻ്റെ ആത്മാവ് അവനെ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി, ദൈവത്തിൻ്റെ ആത്മാവ് അവനെ പുഷ് ചെയ്തു തുടങ്ങി. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതിന് വേണ്ടി, ദൈവിക കാര്യങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് അവനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെങ്കിൽ അത്രയൊക്കെ ആയിട്ടും ശിംശോൻ ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, ശിംശോന്റെ പരാജയത്തിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, ശിംശോൻ അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടി. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മളൊരു ദൈവത്തിന് പൈതലാണ്, നമുക്കൊരു പ്രമാണമുണ്ട്, നമുക്കൊരു തത്വമുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകളാൽ, ദൈവിക പ്രമാണത്താൽ നയിക്കപ്പെടേണ്ടവരാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ബുദ്ധിയുടെ പ്രമാണം അനുസരിച്ച്, മാനുഷികമായിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച്, മാനുഷിക ചട്ടങ്ങളനുസരിച്ച്, മാനുഷിക സമ്പ്രദായങ്ങളനുസരിച്ച് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശീലിപ്പിക്കുക. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വലിയ പരാജയം. ബുദ്ധിയുടെ പ്രമാണത്തിൽ യാത്ര ചെയ്യുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം പലപ്പോഴും നമ്മുടെ ഐഡിയ, നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ அதை ആവിഷ്കരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിൽ ആക്കി തീർക്കുന്നതിന് വേണ്ടി നാം പലപ്പോഴും പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയം നേരിടുന്നു എന്ന കാര്യം മറക്കരുത്. ശിംശോന് ഒന്ന്, അവിശ്വാസികളുമായി ദൈവം പറയുന്നുണ്ട്, നീതിക്കും അനീതിക്കും തമ്മിൽ എന്ത് ചേർച്ച, വെളിച്ചത്തിനും ഇരുട്ടിനും തമ്മിൽ എന്ത് ചേർച്ച, സത്യത്തിനും അസത്യത്തിനും തമ്മിൽ എന്ത് ചേർച്ച. ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ്. ലോകവും ദൈവവും, ജഡവും ആത്മാവും, ആത്മീയ മനുഷ്യനും ജഡീക മനുഷ്യനും, ഇതൊക്കെ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്നവരാണ്. പക്ഷെങ്കിൽ ഈ ശിംശോനെ സംബന്ധിച്ച് അദ്ദേഹം തനിക്കൊരു വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി താൻ തിരഞ്ഞെടുത്ത ജീവിത പങ്കാളി എന്ന് പറയുന്നത് ശത്രു രാജ്യമായിരിക്കുന്ന പെലിസ്ത്യരുടെ ഒരു കന്യകയെ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും സത്യം വിട്ട്, പ്രത്യേകിച്ച് സെവന്ത്-ഡേ അഡ്വന്റിസ്റ്റുകാരായി ദൈവത്തിൻ്റെ സത്യത്തിൽ, ദൈവിക കൽപ്പനകൾ അനുസരിക്കുവാൻ വിളിക്കപ്പെട്ട ഒരു പ്രത്യേക ജനമാണ് നാം. പക്ഷേ നമ്മുടെ ചിന്തയാണ് മറ്റുള്ളവരെ ഈ സത്യത്തിലേക്ക് കൊണ്ടുവരാം, ഞാനും അവരെ ഈ സത്യം പഠിപ്പിക്കാം, അവരെ നമ്മുടെ സഭയ്ക്ക് ഒരു പ്രയോജനമുള്ളവരാക്കി തീർക്കാം. ഈ ചിന്തയിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസ പ്രമാണം വിട്ട് നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യാറുണ്ട്. പക്ഷേ അവസാനം എനിക്ക് അനേക ആൾക്കാരെ കുറിച്ചറിയാം, കുടുംബജീവിതത്തിലേക്ക് തക്കതായ തുണകളെ കണ്ടുകിട്ടുവാൻ പ്രയാസപ്പെടുമ്പോൾ ജീവിതത്തിൽ ഒരു തുണയെ തേടി അന്യ സഭയിൽപ്പെട്ടവരെ, അന്യ വിശ്വാസത്തിൽപ്പെട്ടവരെ തേടി യാത്ര ചെയ്യുന്ന മാതാപിതാക്കളെ എനിക്കറിയാം. അവരുടെ മകനായിക്കോട്ടെ, മകളായിക്കോട്ടെ, അവർക്ക് തക്കതായ ഒരു തുണയെ ഇന്നടത്തുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ സഭയുടെ വിശ്വാസ പ്രമാണം വിട്ട് മറ്റൊരവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികളെ വിവാഹം കഴിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ ഈ രാവിലെ സമയം ഒരു കാര്യം പറയാം. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, ദൈവമാണ് ഈ സത്യത്തിൻ്റെ പാതയിൽ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ തലമുറകൾക്ക് അനുയോജ്യമായ വധുവരന്മാരെ നമ്മുടെ സഭയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട്, കണ്ടെത്താൻ പ്രയാസപ്പെടുന്നതുകൊണ്ട് നിങ്ങൾ മറ്റൊരു വിശ്വാസത്തിലേക്ക് ചെന്ന് അവിടുന്ന് നിങ്ങളുടെ മകന് ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുവാൻ നിങ്ങൾ ചിന്തിക്കുന്ന തീരുമാനം നല്ലതാണ്. പക്ഷേ ഒട്ടുമുക്കാലും പഠനങ്ങൾ നാം കണ്ടുവരുന്നത് അവസാനം ആ ഒരു അവസ്ഥയിലേക്ക് ആ പെൺകുട്ടി ഏതൊരു വിശ്വാസത്തിലേക്ക് പോയോ അങ്ങോട്ട് ആ പുരുഷൻ അവളെ വലിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ അവനെ വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ രാവിലെ സമയം ചിന്തിക്കണം,
അവിശ്വാസികളുമായി സംസാരിക്കരുത്, ബന്ധപ്പെടരുത് എന്നല്ല അർത്ഥം. ഒരാത്മീയ ബന്ധം അതിന് ഉലച്ചിൽ വരുത്തുന്ന ദൈവിക പ്രമാണത്തിന് വ്യതിചലിക്കുന്ന പ്രക്രിയകളിൽ, സമ്പ്രദായങ്ങളിൽ, ഇടപാടുകളിൽ, വ്യക്തിബന്ധങ്ങളിൽ നാം പോകരുത് എന്നാണ് ഇവിടെ കാണുന്നത്. തിമ്നയിലെ ആ കുടുംബത്തിലേക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന ശിംശോനൻ പോകുന്നത് ഒരു മുന്തിരിത്തോട്ടത്തിനരികിൽ കൂടിയാണ്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ പച്ചയാകട്ടെ തിന്നുവാൻ ശിംശോന് അനുവാദമില്ല. വീഞ്ഞും മദ്യവും കുടിക്കാൻ പ്രമാണമില്ല. അവൻ ദൈവത്തിൻ്റെ നാസീറാണ്. അവൻ ശബത്തിൻ്റെ അടുക്കൽ ചെല്ലുവാൻ അവന് പ്രമാണമില്ല. അവൻ്റെ അപ്പനാകട്ടെ അമ്മയാകട്ടെ മരിച്ചുപോയാൽ അവരുടെ അടുക്കൽ ചെല്ലുവാൻ, ആ ശബത്തിൻ്റെ അടുക്കൽ ചെല്ലുവാൻ നിയമമില്ലാത്ത, അല്ലെങ്കിൽ അനുവാദമില്ലാത്ത ഒരു വേർതിരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ശിംശോൻ. ശിംശോൻ മുന്തിരിത്തോട്ടത്തിനരികെ എത്തിയപ്പോൾ ഒരു ബാലസിംഹം ശിംശോന് നേരെ അലറി വീഴുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. പ്രമാണം തെറ്റിച്ചു വരുന്നു. ദൈവപ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചു വരുന്ന ഈ ശിംശോനെ ആക്രമിക്കുവാൻ തക്കവണ്ണം, ദൈവം അവൻ്റെ മാർഗത്തെ നേരെയാക്കുവാൻ തക്കണം, അവൻ്റെ റൂട്ടിനെ തിരിച്ചുവിടുവാൻ തക്കണം, അവനെ ദൈവിക പദ്ധതിയിലേക്ക് മടക്കി വരുത്തുവാൻ തക്കണം ദൈവം അയച്ച സിംഹമായിരുന്നത്. പക്ഷെങ്കിൽ ആ സിംഹം ശിംശോൻ്റെ മേൽ അലറി വീണു ചാടിയെന്നാണ് നാം കാണുന്നത്. അവിടെ രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശിംശോൻ തൻ്റെ മാതാപിതാക്കളും ഒന്നിച്ചാണ് ഈ മുന്തിരിത്തോട്ടത്തിനരികേക്കൂടെ പോകുന്നത്. മാതാപിതാക്കൾ പുറകിലാണ്, ശിംശോൻ മുന്നിലാണ്. പക്ഷെങ്കിൽ പ്രമാണമുള്ളവൻ ശിംശോനാണ്. അതുകൊണ്ടാണ് അവൻ്റെ നേരെ അത് അലറി വരുവാനിടയായി മാറിയത്. മാതാപിതാക്കളെ സംബന്ധിച്ച് അവരുടെ നേരെ സിംഹം അലറി വീണില്ല എന്നാണ് നാം കാണുന്നത്. പലപ്പോഴും പ്രമാണമുള്ള വ്യക്തികൾക്ക് വ്യതിചലിക്കാൻ അനുവാദമില്ല. നാം ദൈവത്തിൻ്റെ വേലയ്ക്കായി, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി, ദൈവപ്രവൃത്തിക്കായി ഈ ലോകത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു പ്രത്യേക ദൗത്യമാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഈ രാവിലെ നാം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ നാം നാസീറായിരിക്കണം. നമുക്കൊരു പ്രമാണമുണ്ട്, നമുക്കൊരു തത്വമുണ്ട്. ലോകമനുഷ്യൻ ജീവിക്കുന്നത് പോലെ ജീവിക്കുവാനോ ലോകപ്രകാരം മുന്നോട്ട് പോകുവാനോ നമുക്ക് സാധിക്കത്തില്ല. ഒരുപക്ഷെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ അയൽക്കാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഒക്കെ അങ്ങനെ ആയിരിക്കാം. പക്ഷേ അവരിൽ നിന്ന് വ്യത്യസ്തനായി ജീവിക്കുവാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. രണ്ട്, ശിംശോൻ നാം വീണ്ടും കാണുന്നത്, ശിംശോൻ ഈ കടങ്കഥ പറഞ്ഞ് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. പൊട്ടച്ചെല്ല്, കളിവാക്ക്, തമാശ, ഇതൊക്കെ വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവമക്കൾ ഒഴിവാക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ വാക്ക് ഉവ്വ എന്നും ഇല്ല എന്നും ആയിരിക്കണം. നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതായിരിക്കണം. നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. അത് കേൾക്കുന്ന മറ്റൊരുത്തിന് ആത്മീയ വർധന വരുത്തുന്നതായിരിക്കണം. നമ്മുടെ വാക്കുകൾ തമാശ ആകരുത്. ലോകപ്രകാരം പറയുന്ന മനുഷ്യനെ പോലെ, ലോകപ്രകാരം അത് പ്രവർത്തിക്കുന്ന വ്യക്തികളെ പോലെ പ്രവർത്തിക്കുവാനൊക്കെ നമുക്ക് അനുവാദമില്ല. പ്രത്യേകിച്ച് ശിംശോനെ പോലുള്ള ഒരു വ്യക്തിക്ക്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് അതിന് പരിമിതികളുണ്ട് എന്നാണ് ഇത് വിളിച്ചറിയിക്കുന്നത്. ശിംശോൻ ആ വിരുന്നു വീട്ടിൽ ചെന്ന് ഒരു കടങ്കഥ പറഞ്ഞ് സമയം ചെലവഴിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഒന്ന് രണ്ട് കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വേഗത്തിൽ പറയാം. നമുക്ക് ലോത്തിനെ കുറിച്ചറിയാം. ലോത്ത് അബ്രഹാമിൻ്റെ സഹോദര പുത്രനാണ്. ലോത്ത് സോദോമിലാണ് ജീവിക്കുന്നത്. അബ്രഹാമിൽ നിന്ന് അകന്ന് ലോത്ത് സോദോമിൽ ജീവിക്കുന്നു. സോദോമിനെ ന്യായം വിധിക്കുവാൻ രണ്ട് ദൂതന്മാർ ലോത്തിൻ്റെ വീട്ടിലെത്തി. നേരം സന്ധ്യയായി, നേരം വളരെ വൈകി. ഈ ലോത്തിനെ കൂട്ടിക്കൊണ്ടവർ ഭവനത്തിലെത്തി. ലോത്തിനോട് പറയുകയാണ്, ഞങ്ങളൊരു അടിയന്തര സന്ദേശം കൈമാറുവാനാണ് ഇവിടെ എത്തിയത്. കഴിഞ്ഞ പകലിൽ ഞങ്ങൾ അബ്രഹാമിൻ്റെ അടുക്കലായിരുന്നു. ഞങ്ങൾ അബ്രഹാമിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഒരു കാര്യം, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നീ സോദോം പട്ടണം വിട്ട് പുറപ്പെട്ടു പോകണം. പലപ്പോഴും ദൈവിക സന്ദേശം ആ നിലയിലാണ് എന്ന കാര്യം മറക്കരുത്. ദൈവം ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞാൽ, ദൈവം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ, ദൈവം മറക്കുവാൻ പറഞ്ഞാൽ, ദൈവം തള്ളിക്കളയാൻ പറഞ്ഞാൽ അതിനെ തള്ളിക്കളയണം. അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിൽ ഞാൻ ജനിച്ചു വളർന്ന നാട്, എൻ്റെ മക്കൾ ഇവിടെയാണ് ജനിച്ചത്, എൻ്റെ സമ്പാദ്യം മുഴുവൻ ഇവിടെയാണ്, എൻ്റെ കണ്ണും കാതും എൻ്റെ ഹൃദയവും ഇവിടെയാണ് എന്ന ചിന്തയിൽ അവിടെ തൂങ്ങി നിൽക്കുവാൻ നാം ഒരിക്കലും മെനക്കെടരുത്. ഈ സോദോമിനെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു. ഈ വർത്തമാനം നീ ആരെങ്കിലും നിന്റെ ചർച്ചക്കാരായിട്ടുണ്ടെങ്കിൽ അവരോട് പറയണം. നാം വാസ്തവത്തിൽ കാണുന്നത്, ലോത്തിൻ്റെ 2 പെൺമക്കൾക്ക് വിവാഹ നിശ്ചയത്തിന് വേണ്ടി സോദോമിലെ 2 പുരുഷന്മാരുമായി പറഞ്ഞു വച്ചിരിക്കുക. അവരെ വിവാഹം കഴിക്കാമെന്ന് ഈ 2 പുരുഷന്മാർ ഏറ്റു.
അങ്ങനെ ഒരു ഏതാണ്ട് വിവാഹ നിശ്ചയത്തിന് വക്കിലെത്തി നിൽക്കുക. ആ സമയത്താണ് പറയുന്നത്, നിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് പറയണം. തൻ്റെ മക്കളെ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന്മാരായിരിക്കുന്ന ആൺമക്കളെ അടുത്ത് എന്ന് ലോത്ത് പറഞ്ഞു, മക്കളെ, ഞാനൊരു കാര്യം പറയാം, വേഗത്തിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം. ഈ സോദോം ഗോമോറ നശിക്കാൻ പോകുകയാണ്. ഈ സോദോമിൽ ദൈവത്തിന് തീയിറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വേഗം ഞങ്ങളുടെ കൂടെ വരണം. പക്ഷേ ലോത്തിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന 2 പുരുഷന്മാർ ലോത്തിനോട് പറഞ്ഞ വാക്കുകൾ ഈ തരണത്തിൽ ശ്രദ്ധേയമാണ്. നമ്മത് മനസ്സിലാക്കണം. എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്നത് ഇങ്ങനെയാണ്. ലോത്ത് പറയുന്നത് ഒരു തമാശയായി അവർക്ക് തോന്നി. കാര്യത്തെ ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം പ്രമാണമുള്ള, തത്വമുള്ള, വ്യക്തിത്വമുള്ള, ദൈവിക നിലപാടുള്ള, ദൈവകൽപ്പനയുള്ള ലോത്ത് പലപ്പോഴും തമാശ പറയുന്നവനായിരുന്നു. ആ നിലയിൽ മാത്രമാണ് ആ മരുമക്കൾ ഇതിനെ കണ്ടത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ വളരെ കാര്യഗൗരവത്തോടെ പറയേണ്ട ദൂതുകൾ ആ നിലയിൽ തന്നെയായിരിക്കണം. അതിനെ ഉദാസീനതയോടെ, ലാഘവബുദ്ധിയോടെ, അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളുള്ള പലരും ഈ യേശുവിനെ അറിയുവാൻ തയ്യാറാകുകയില്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം പറയുന്ന വാക്കുകൾ, നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നാമമാത്രമായി ലാഘവബുദ്ധിയോടെ, നിസ്സാരമായി ചെയ്യാതെ അതിനെ വളരെ കാര്യഗൗരവത്തോടെ നാം ചെയ്യുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയായിത്തീരും. ഇതാണ് ലോത്തിന് സംഭവിച്ചത്. ആ ലോത്തിൻ്റെ മക്കൾ, ആ മരുമക്കൾ 2 പേരും നഷ്ടപ്പെടുവാൻ തക്കണം ഇടയായിത്തീർന്നു. ലോത്തിൻ്റെ ജീവിതം നമുക്കറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് ഈ രാവിലെ സമയം കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമ്മുടെ വിഷയം ശിംശോനാണല്ലോ. ശിംശോൻ കടങ്കഥ പറഞ്ഞ് സമയം പോക്കുന്നവനായിട്ട് കാണുവാൻ സാധിക്കുന്നു. 4-മതായിട്ട് നമ്മൾ ശിംശോനെ കാണുന്നത്, ശിംശോന് തൻ്റെ നേരെ അലറി വീണ സിംഹത്തെ കൊന്നിട്ടാണ് താൻ പെണ്ണ് കാണാൻ വേണ്ടി പോയത്. ചില ആഴ്ചകൾ കഴിഞ്ഞ് താൻ മടങ്ങി വരുമ്പോൾ ആ ശവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നാസിർ വ്രതസ്ഥന് ശവത്തിൻ്റെ അടുക്കൽ ചെല്ലുവാൻ പ്രമാണമില്ല, വീഞ്ഞു കുടിക്കുവാൻ പ്രമാണമില്ല, മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുവാൻ പ്രമാണമില്ല. പക്ഷേ വീണ്ടും ഇവനിതാ ശവത്തിൻ്റെ അടുക്കൽ വന്ന് നോക്കുകയാണ്. ആ സിംഹത്തിന് എന്ത് സംഭവിച്ചു? അതിൻ്റെ ഉടൽ മാത്രമാണ് കാണുന്നത്. മാംസമെല്ലാം ചീഞ്ഞഴുകിപ്പോയി. അതിൻ്റെ ഉടലിനകത്ത് ഒരു വലിയ തേനീച്ച കൂട് കണ്ടു. താൻ അതിൽ നിന്ന് തേനെടുത്ത് ഭക്ഷിക്കുന്ന ഒരവസ്ഥയാണ് ശിംശോനെ കുറിച്ച് കാണുന്നത്. പലപ്പോഴും തേൻ മധുരമുള്ളതാണ്. ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന തേൻ നുകർന്ന് നുണഞ്ഞ് അനേകർ അവരുടെ ജീവിത സായാഹ്ന നാളുകൾ തള്ളി നീക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞു വരുന്നത്, തേൻ മധുരമുള്ളതാണ്. ലോകത്തിൻ്റെ ഇമ്പങ്ങൾ മധുരമേറിയതാണ്. മനസ്സിനെയും ശരീരത്തെയും ഉന്മേഷം പകരുന്നതാണ്. മനസ്സിനെ കുളിർപ്പിക്കുന്നതാണ്. മനസ്സിനെ ആനന്ദ നിവൃത്തിയിലേക്ക് നയിക്കുന്നതാണ്. അത് നുകർന്ന് സമയം കളയുന്ന അനേകരെ ഇന്ന് വിശ്വാസഗോളത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, ശിംശോൻ്റെ പരാജയം എന്തായിരുന്നു നാം വീണ്ടും കാണുന്നുണ്ട്. ശിംശോൻ അങ്ങനെ പടിപടിയായി ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് നാം ശിംശോനെ കാണുന്നത്. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ ശിംശോൻ ബൈബിളിൽ 9 അർദ്ധരാത്രികളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഈ 9 അർദ്ധരാത്രികളിൽ ഒന്ന് ശിംശോനെ സംബന്ധിച്ചാണ്. ശിംശോനെ പിടിക്കാൻ വേണ്ടി ഫെലിസ്ത്യർ താൻ കിടന്നുറങ്ങുന്ന വീട് വളഞ്ഞു നിൽക്കുകയാണ്. ശിംശോൻ അതിനകത്തുണ്ട്. ഏതു സമയത്ത് ശിംശോനെ പിടിക്കാം. ശിംശോൻ കിടന്നുറങ്ങുകയാണ്. അവർ വീട് വളഞ്ഞു. ശിംശോൻ എഴുന്നേൽക്കുമ്പോൾ അവനെ പിടിക്കാം. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? അർദ്ധരാത്രിയിൽ ശിംശോൻ ഉറക്കമുണർന്നു എഴുന്നേറ്റു. പക്ഷേ ആ സമയത്ത് ശിംശോനെ പിടിക്കാൻ വന്നവരെല്ലാം സുഖനിദ്രയിൽ ആയിരുന്നു. അർദ്ധരാത്രിയിൽ ഉറക്കമുണർന്നവൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം ലഭിച്ചവൻ, ദൈവത്തിൻ്റെ ആത്മാവ് ഉദ്യമിപ്പിച്ചവൻ, ദൈവത്തിൻ്റെ ആത്മാവ് ധൈര്യപ്പെടുത്തിയ ശിംശോൻ കേവലം നിസ്സാരനായി മാറുകയാണ്. അതാണ് നാം ശിംശോനിൽ കാണുന്നത്. എക്കാലത്തെയും ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ശക്തനായി ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ശിംശോൻ, അവൻ്റെ ശക്തിയുടെ രഹസ്യം ചോർന്നുപോയി. അവൻ ദലീല എന്ന് പറയുന്ന ഒരു വേശ്യയുമായി വീണ്ടും അവൻ ബന്ധപ്പെട്ടു. അങ്ങനെ ശിംശോൻ ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോയി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ രാവിലെ സമയം ഞാനിത് പറയുന്നത്, ശിംശോൻ ശക്തനായിരുന്നു, ശിംശോൻ ജയാളിയായിരുന്നു. പക്ഷെങ്കിൽ ആത്മീയ സമ്പന്നതയിൽ ശിംശോൻ ദുർബലനായിരുന്നു. പലപ്പോഴും ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പണമുണ്ട്, പദവിയുണ്ട്, അംഗീകാരമുണ്ട്, സാമ്പത്തിക നന്മയുണ്ട്, ഉയർച്ചകളുണ്ട്,
മക്കൾ വിദേശ രാജ്യങ്ങളിലാണ്, നമുക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്. പക്ഷേ ആത്മീയതയിൽ നാം എത്രമാത്രം സമ്പന്നരാണ്. നമ്മുടെ ഈ ഭൗതികം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതാണ്, അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ല. ഇതെല്ലാം കളഞ്ഞിട്ട് നാം പോകേണ്ടവരാണ്. പക്ഷെ നമുക്ക് അവിടെയും കൈമുതലായി മാറുന്നത്, അവിടെയും അനുഗ്രഹമായി മാറുന്നത് നമ്മുടെ ആത്മീയതയാണ്, നമ്മുടെ പ്രത്യാശയാണ്, നമ്മുടെ വിശ്വാസമാണ്. ഈ രാവിലെ സമയം പ്രത്യാശയിൽ, വിശ്വാസത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, ദൈവവേലയിൽ, ദൈവത്തിന് കൊടുക്കുന്നതിൽ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നാം എത്രമാത്രം സമ്പന്നതയുടെ ഒരു നിറവിലാണ് ജീവിക്കുന്നതെന്ന് ശാന്തമായി പരിശോധിക്കണം. പ്രിയ ദൈവമക്കളെ, ശിംശോനെ കുറിച്ച് നാം കാണുന്നത്, ശിംശോൻ ദലീലയുടെ മടിയിൽ ഉറങ്ങുന്ന ശിംശോൻ, ലോകത്തിൻ്റെ മടിയിൽ ഉറങ്ങുന്ന ശിംശോൻ. മടി എന്ന് പറയുന്നത് നമുക്കറിയാം സുഖലോലുപതയുടെ ഒരു ചിത്രമാണ്. അബ്രഹാമിൻ്റെ മടിയിൽ വിശ്രമിക്കുന്ന ലാസറിനെ കാണുന്നുണ്ട്. മടി എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും നമ്മെ മാടി വിളിക്കുന്നതാണ്. ഉറക്കത്തിലേക്ക്, മയക്കത്തിലേക്ക്, ഇമ്പങ്ങളിലേക്ക് നമ്മെ മാടി വിളിക്കുന്നതാണ് മടി. ദലീല എന്ന് പറയുന്ന ലോക സ്നേഹത്തിൻ്റെ മടിയിൽ തലചായ്ച്ചു വെച്ചുറങ്ങുന്ന ശിംശോനെ നമ്മൾ കാണുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ലോകത്തിൻ്റെ മടിയിൽ തലചായ്ച്ചുറങ്ങുവാൻ പോകുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? മടിയിൽ തലചായ്ച്ചുറങ്ങുമ്പോൾ ശിംശോന്റെ ശക്തിയുടെ ഉറവിടം അവൾ കണ്ടുപിടിച്ചു. അവൻ്റെ തലയിലെ ജട അവൾ കത്തിരിച്ചു കളഞ്ഞു. ഒരിക്കൽ പോലും തലമുടി കത്തിരിക്കാൻ വ്യവസ്ഥയില്ലാത്തവൻ, ദൈവത്തിൻ്റെ പ്രമാണമുള്ളവൻ, ദൈവത്തിൻ്റെ നാസിലായിരുന്നവൻ്റെ ശക്തി അവൻ്റെ തല ജടയിലായിരുന്നു. അത് മുഴുവൻ അവൾ കത്തിരിച്ചെടുത്തു. ഫെലിസ്തരെ വിളിച്ചു. ശിംശോനെ ഫെലിസ്തർ വരുന്നു. ശിംശോൻ ചാടി എഴുന്നേറ്റു, ഉറക്കമുണർന്നു. പക്ഷെങ്കിൽ അവന് ആ ദൈവത്തിൻ്റെ ശക്തി ചോർന്നു പോയത് അറിഞ്ഞില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത ഇതാണ്: എനിക്ക് ശക്തിയുണ്ട്, എനിക്ക് കൃപയുണ്ട്, എനിക്ക് കഴിവുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേട്ടിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും, ഞാൻ പ്രവർത്തിക്കുന്നിടത്ത് വിടുതൽ നടക്കും എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മുടെ അഭിമാനമാണ്, ഓവർ കോൺഫിഡൻസ് ആണ്. പക്ഷെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് എത്രത്തോളം വ്യതിചലിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്ന നന്നായിരിക്കും. ഇവിടെ ശിംശോൻ വെറും ശൂന്യനായി, വെറും നിസ്സാരനായി, കണ്ണുകുത്തി പൊട്ടിച്ചവനായി, ദാഗോന്റെ ക്ഷേത്രത്തിൽ ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി, മാവ് പൊടിക്കുന്നവനായി, ദൈവത്തിൻ്റെ ശക്തിയെ അതെ നശിപ്പിച്ചു കളഞ്ഞ കേവലം സാധാരണക്കാരനായി ഒരു മനുഷ്യനായി ശിംശോൻ ചുരുങ്ങി. എന്താണ് കാരണം? ദൈവത്തെ മറന്നു. ഈ രാവിലെ സമയം പ്രിയ ദൈവമക്കളെ, ഈ ശിംശോന്റെ പാഠം, ശിംശോന്റെ ചിത്രം നമുക്ക് നൽകുന്ന ഒരർത്ഥം, ഒരു വലിയ പാഠമുണ്ട്. നാം ഈ ലോകപ്രകാരം എന്തൊക്കെ നേടിയാലും നമ്മുടെ ശക്തി ആത്മീയമായതല്ല എങ്കിൽ, നമ്മുടെ സമ്പത്ത് ആത്മീയതയിൽ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ നാം വെറും ശൂന്യനാണ്, വെറും നിസ്സാരനായി മാറുവാനിടയായിത്തീരും. രാവിലെ സമയം നമ്മുടെ കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഇസ്രായേലിൻ്റെ ശക്തനായ സൂപ്പർമാനായിരുന്നു ശിംശോൻ. ഫെലിസ്ത്യരുടെ കയ്യിൽ ഇസ്രായേലിനെ വിടുവിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയെ ദൈവത്തിൽ നിന്ന് അകന്ന്, ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ച് ദൈവിക പ്രമാണത്തെ മറന്നതിൻ്റെ ഫലമായി ലോകത്തിന് മുമ്പിൽ നിസ്സാരനായി മാറി. ഫെലിസ്ത്യർ തൻ്റെ ശക്തിയെ ചോർത്തിക്കളഞ്ഞല്ലോ. ശിംശോന്റെ ശക്തിയെ ഫെലിസ്ത്യർ അപഹരിച്ചു കളഞ്ഞല്ലോ. ദൈവമേ, ഈ രാവിലെ സമയം അവിടുത്തെ കൃപയിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ബലഹീനതകളെ ക്ഷമിക്കണം, കൃപ കൂടിയിരിക്കണം. അവിടുത്തെ പ്രത്യാശയിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യാശയോടെ മുന്നോട്ട് പോകണം. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവനാമത്തിന് വേണ്ടി ഉതകുവാൻ നിൽക്കണം. ഇടിയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.